നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അജിത് എം. ഞാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ കാണുന്ന അപസ്മാരം, അത് എപ്പിലെപ്സിയെക്കുറിച്ചാണ്. പൊതുവെ കുട്ടികളിൽ എപ്പിലെപ്സി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. എസ്പെഷ്യലി പെൺകുട്ടികളാവുമ്പോൾ അവർക്ക് എല്ലാവരെയും പോലെ ഈക്വൽ ഇൻസിഡൻസ് ആണ് പൊതുവെ പറയാറുണ്ടെങ്കിലും പെൺകുട്ടികളിൽ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ എടുക്കുകയും അവരുടെ ബാക്കിയുള്ള ഭാവി കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്താണ് നമ്മൾ അതിൻ്റെ ചികിത്സയുടെ ഇത് നടത്തുന്നത്. കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്ന അഡോളസൻസ് ഏജിൽ കാണുന്ന ഒരു എപ്പിലെപ്സി ജൂവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ മരുന്ന് നിർവചിക്കുമ്പോൾ അവർക്ക് വെയിറ്റ് അധികമായി കൂടാതിരിക്കാൻ വേണ്ടിയുള്ള പുതിയ തരം മരുന്നുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ചിലവർക്ക് വെയിറ്റ് കൂടുമ്പോൾ PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ളൊരു അസുഖം വരാനുള്ള സാധ്യതയുള്ളതിനാൽ അതനുസരിച്ചുള്ള മരുന്നുകളാണ് നമ്മൾ പെൺകുട്ടികളിൽ പൊതുവെ പ്രിഫർ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഹോർമോണൽ ചേഞ്ചസ് പെൺകുട്ടികളിൽ അപസ്മാരവും ആയിട്ട് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് അപസ്മാരം വരാനുള്ള സാധ്യത, അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൽ അതായത് അപസ്മാരം വരാനുള്ള സാധ്യത ആ സമയത്ത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയും ബാക്കി ഉറക്കം, ശരിയായ രീതിയിൽ ഉറക്കം വേണം. അമിതമായ രീതിയിലുള്ള സ്ക്രീൻ ടൈം എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവരുടെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ചില എപ്പിലെപ്സി മരുന്നുകൾ അവരുടെ മാരേജിന് മുമ്പ് തന്നെ രോഗിയുടെ അസുഖം നല്ല രീതിയിൽ വെൽ കൺട്രോളിലാണെങ്കിൽ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഗർഭധാരണത്തെ ചില മരുന്നുകൾ ആയിട്ട് കുറച്ച് ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് പഠനങ്ങളനുസരിച്ച് കുട്ടിക്ക് വലിയ ദോഷം വരാത്ത രീതിയിലുള്ള പുതിയ നൂതന മരുന്നുകൾ ലഭ്യമാണ്. അതനുസരിച്ച് മരുന്നുകളിൽ ചില മാറ്റങ്ങൾ ചില പെൺകുട്ടികളിൽ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് അവർ ഏത് മരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്, അത് മാരേജ് സമയത്തും അതിനുശേഷം ഗർഭധാരണ സമയത്തും എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച ശേഷം മരുന്നുകളിൽ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് മെഡിസിനും വൈറ്റമിനാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭധാരണ സമയത്ത് യൂഷ്വലി 8 മുതൽ 10 കിലോ വരെ ഒരു സാധാരണ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ അളവിലും ഈ സമയത്ത് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടി വരും. എന്നിരുന്നാലേ ആ മരുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടുകയുള്ളൂ. ഡെലിവറി സമയത്തും ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതിനാൽ അതനുസരിച്ച് സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോഴും ചില സ്ത്രീകൾക്ക് അപസ്മാരം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ പോസ്റ്റ് ഡെലിവറി ടൈമിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് അപസ്മാരം ഉണ്ടാകുന്ന ചില കണ്ടീഷൻസും നമ്മൾ കണ്ടുവരാറുണ്ട്. അതിലൊന്ന് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, എക്ലാംസിയ എന്നുള്ള കണ്ടീഷനാണ്. അതുകൂടാതെ ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ വരുന്ന അപസ്മാരത്തിൻ്റെ 2 പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പോസ്റ്റ് പാർട്ടം സെറിബ്രൽ വീനസ് ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ച് ചില സ്ത്രീകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രധാന കാരണമാണ്. പിന്നെ പോസ്റ്റ് പാർട്ടം പ്രസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, പെട്ടെന്ന് BP വരുന്ന വ്യത്യാസം കാരണം തലച്ചോറിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുന്നതാണോ ഫിറ്റ്സ് വരാം. ഇത് 2 കണ്ടീഷൻസും ഇതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും ഫിറ്റ്സ് വന്നിട്ടില്ലെങ്കിൽ പോലും സ്ത്രീകളിൽ പോസ്റ്റ് ഡെലിവറി സമയത്ത് ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ള 2 കണ്ടീഷൻസാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട സാഹചര്യമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.